ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മള് ഹൈദരാബാദ് ഇന്ന് പോവാണ് നമ്മള്. അപ്പൊ ഇന്ന് ഹൈദരാബാദ് വ്ളോഗാണ്, എല്ലാരും കാണാം. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാണ്. നിയമങ്ങളുണ്ട്. ഓള് 2 വട്ടം കയറിയിട്ടുണ്ട്. നദമോളുണ്ട്. നദമോൾ എത്ര വട്ടം കയറിയിട്ടുണ്ട്? ഓള് കുറെ പ്രാവശ്യം കയറിയിട്ടുണ്ട്. നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ്? ഒരുപാട് വട്ടം കയറിയിട്ടുണ്ട്. ഒക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് കാലിക്കറ്റിൽ നിന്ന് കയറി. ഞാൻ കാലിക്കറ്റിൽ നിന്ന് കയറി. ഇവരൊക്കെ പരപ്പനങ്ങാടിയിൽ നിന്ന് കയറി. അങ്ങനെ നമ്മൾ പോയോണ്ട് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മള് വേറെ ട്രെയിൻ മാറി നാളെ രാത്രി ഹൈദരാബാദ് എത്തും. അപ്പം ഇനി ഈ ഒരു വ്ലോഗ് ഹൈദരാബാദ് വിശേഷങ്ങൾ. ഇതാണ് മെയിൻ താരം, പല്ലില്ലാത്ത കുട്ടി. വ്ലോഗിലെ പുതിയ മുഖങ്ങളാണ് ഇതൊക്കെ. ഇത് കാക്കാന്റെ വൈഫ് പത്തു, ഉമ്മ. ഹായ്. അയാൻ നമ്മളെ അടുത്ത ട്രെയിനിനെ ആക്കി നമ്മൾ കാത്തിക്കാണ്. അപ്പൊ നമ്മള് എവിടെയുള്ളേ? ഇപ്പം നമ്മള് അപ്പൊ നമ്മള് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹൈദരാബാദിക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി കാത്തിക്കാണ്. ഓക്കെ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? സമയം 2 മണിയാവാനായി. 2:30 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ വരുന്നത്. 1:45 2 മണിയായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ വരുമായിരിക്കും. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇനി ഒരു 3 ദിവസം നമ്മൾ ഹൈദരാബാദിലുണ്ടാകും. സോ നല്ല ഹൈദരാബാദ് വ്ലോഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നമ്മളെ കൂട്ടത്തിലെ റീൽ കുട്ടിയാണിത്. നിർത്തല്ലേ. നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. പോയില്ല നമുക്ക് പോലെ ട്രെയിൻ വന്നോ. അവരെല്ലാരും കയറിയിട്ടുണ്ട്. നമ്മൾ കയറുന്നു. നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ട്രെയിനിലാണ്. രാത്രി കയറി. അടിപൊളിയായിരുന്നു അല്ലേ? നമ്മൾ ഉഷാറായിട്ട് കടന്നിറങ്ങി പൊതിച്ച് തണുത്തില്ലേ. നല്ല അടിപൊളി കാഴ്ചകളാണല്ലേ പുറത്തേനോ. ചെങ്ങായിമാർക്ക് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് പുറത്തുനിന്ന് നല്ല പോലെ വൃത്തിയാക്കി തോത്തിക്കൂടെ? പാത്തു AC തണുപ്പായിട്ട് ചൂട് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ. നോക്കി ഇവിടുന്ന് നോക്കി പളി നോക്ക്. ഇവിടെ പിടിച്ചോ. നല്ല ചൂടുണ്ടോ? സൺസ്ക്രീനൊക്കെ ഉണ്ട്. ട്രെയിൻ പോകാൻ വേണ്ടി നിർത്തിയിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ചൂട്. നല്ല ചൂടാ. അടിപൊളി ചൂടാ. ചൂട് റിവ്യൂ. ട്രെയിനൊന്നും തന്നെ അതുമ്മ രാത്രി അവിടെ എത്തുള്ളൂ. 2 മണിയാവും. ഇപ്പോഴേ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടെത്താ. ഞങ്ങള് സമയം പോകാൻ വേണ്ടിട്ട് കള്ളനും പോലീസും കളി വരെ തുടങ്ങി. ബുക്കും പെന്നൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. ഇവനാണ് ഏറ്റവും വലിയ അലമ്പ്. ഇവനാണ് അലമ്പ് ചങ്ങായി. ഇവിടെ വല്ലോട്ടിയ പല്ലില്ലാന്നുള്ളു പാവ. പോലീസ് പുതിയ ആളാണല്ലോ പത്തു. വേലക്കാരിയൊക്കെ വീണ്ടും പോലീസായി.
3 കള്ളൻ, 2 കള്ളനും 1 പോലീസും. വിട്ട് പോണില്ല പോലീസ് കള്ളനും. ആക്കിക്കോ. ഞാൻ പറയും ആരാന്ന് പറയും. ഇല്ല കള്ളൻ. കള്ളൻ ആരാണ്? വെച്ചില്ല ആരുമല്ല. പൊട്ടത്തി പാത്തുമ്മ. എന്താണ് കണ്ടേ? ഒന്നും അല്ല. ഫസ്റ്റ് ബുക്ക് ചെയ്ത് കൊറേ 2000 കിട്ടിയത്. ചെലപ്പോ ചങ്ങായിക്കാര സെക്കൻഡ് ഇവനും കൊറേ 2000 കിട്ടിയത്. ലാസ്റ്റ് ഞാനേക്കാരും തോറ്റു തന്നെ പാത്തു. എത്ര പൂജ എന്താ പാത്തുമ്മ, ഫുള്ള് പൂജയാണുള്ളത്. 1000ന്റെ പൂജയുണ്ട്. എല്ലാരും ഉച്ചക്കത്തെ ഉറക്കത്തിലാണ്. ഞങ്ങൾക്ക് 2 ഉറക്കം കിട്ടണില്ല. ഞങ്ങളിങ്ങനെ പ്രകൃതി എന്ത് പ്രകൃതി കാണാണ്. എനിക്ക് കണ്ടിട്ട് തോന്നണേ റോക്കറ്റ് വിടുന്ന ഇതില്ലേ അതായിക്കൊന്ന്. ഇതോ ഓടാ ആണോ? എങ്ങാനും ആണെങ്കിലും അല്ലേ. നമ്മൾ ഹൈദരാബാദിലെത്തിയിരിക്കുന്നു. ഹൈദരാബാദ് റൂമിലാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഹൈദരാബാദ് എത്തി, ഉറങ്ങി. രാവിലെ പോയി വണ്ടിയൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ആയി നമ്മള് പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അവിടെ പോണ ആദ്യം നമ്മളവിടെ പോയിട്ടാണ്. അപ്പം എന്താ ജിംബ്രൂട്ടൻ ഇവിടെ ഉണ്ട്. ഹായ് ഹായ് റീൽസ് കുട്ടി. കമ്മല് മോനെ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ശ്രദ്ധിച്ചു പോണം. നമ്മളെ നാട്ടിലത്തെ അതേ ഓട്ടോറിക്ഷക്കാർ തന്നെയാണ് ഇവിടെയും. സെയിം സ്വഭാവം, ഒരു മാറ്റമില്ല. എല്ലാ നാട്ടിലും ഓരോ ഓട്ടോറിക്ഷക്കാർ. കാര്യം പറയാൻ മറന്നുപോയി. എല്ലാരും വീഡിയോ കാണുന്നവരെല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പറഞ്ഞ മാതിരി എല്ലാവരും ചെയ്താണ്ടിട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്രൈഡേസിൽ ചൗമാല പാലസും ഹോളിഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ വരുന്നവർ ശ്രദ്ധിക്കുക. ഞങ്ങൾ പെട്ടു, നിങ്ങൾ പെടാതിരിക്കട്ടെ. നമ്മൾ ചാർമിനാറിൻ്റെ അടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്തു. ചാർമിനാറിൻ്റെ അടുത്താണ്. നമ്മൾ മക്ക മസ്ജിദിലേക്ക് പോവുകയാണ്. ഇതെന്താണെന്നറിയില്ല, എന്തോ ചെല്ലാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല വെള്ളിയാഴ്ച പള്ളി ഞാൻ നിൽക്കണ ഫോട്ടോ എടുക്കണ ഗ്യാങ്, അതേപോലത്തെ ഹൈദരാബാദ് ഗ്യാങ്ങാണിത്. അവർക്ക് ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ട്. സെൽഫി ആവാൻ ഞാൻ മതി. സെൽഫി അല്ല, ഫോട്ടോ തന്നെയാണ്. ഓക്കെ. പത്തോ സൺസ്ക്രീനൊക്കെ വെറുതെ, നല്ല വെയിലടിക്കണ്ടേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷതാബിലെത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇവരെ പാത്തൊക്കെ വിശന്നിരിക്കുക. ഹൈദരാബാദി ഇമ്മ ഉണ്ടാക്കി ഉടായിപ്പ ഹൈദരാബാദി ബിരിയാണി മാറിയിട്ട് ഹൈദരാബാദിൽ ഒറിജിനൽ ഹൈദരാബാദി കഴിക്കാൻ വേണ്ടി വന്ന നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് അടിപൊളി അടിപൊളി അങ്ങനെ അടിപൊളി. ഡ്യൂപ്ലിക്കേറ്റ് ഹൈദരാബാദി ബിരിയാണിയാണോ ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണിയാണോ?
കുറ്റം പറയാൻ പയ്യോ കുറ്റം പറയാൻ പറ്റൂല. അത് മെച്ചിന്റെ ടേസ്റ്റ്, ഇത് ഹൈദരാബാദ് ടേസ്റ്റ്. ഇവിടെ കണ്ണാടി ഇട്ടിരിക്കുന്നുണ്ട്. നമ്മൾ എടുക്കാൻ പോണേ, നമ്മൾ ഗോൾക്കണ്ട ഫോർട്ടിക്ക് പോകും. സമയം എത്തുമ്പോഴത്തേന് ലേറ്റ് ആവും എന്നറിയില്ല. അയാനൊക്കെ വലിയ ഫുഡ് കഴിച്ചിട്ട് ലേറ്റ് ആയി. നമ്മളിപ്പം കാറിലാണ്. നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു, സൂപ്പർ. ഓക്കെ, ഉമ്മാന്റെ ബിരിയാണിയാണ് രസം. ഓ, ഹൈദരാബാദ് കൊണ്ടോട്ടി നേർച്ച. ആരെ ഓർമ്മ കാണും ചാട്ടി? ഏതാണ് ചെങ്ങായി ഇത് ഇരിക്കണ നോക്കിയാ? ആ വ്ളോഗ് കാണാത്തവര് കാണണം. നമ്മുടെ ചാനലിൽ ഏറ്റവും വ്യൂസ് കിട്ടിയ വ്ളോഗാണത്. ചെങ്ങായി ഇരിക്കണ നോക്കിയാന്. ഈ സ്ഥലം എന്താണെന്നൊക്കെ ഉമ്മ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിനാ പറഞ്ഞ, പക്ഷെ മറന്നുപോയി അല്ലേ? എന്താ അറിയില്ല, അന്ന് പഠിച്ചൊന്നും ഓർമ്മയില്ലല്ലോ. ആ, ചെടി പറിക്കരുതെന്ന് എഴുതി വെച്ചിന് മാന. നിങ്ങളുടെ ചെടി കൊമ്പ് കണ്ടാണ്ട് നാട്ടിൽ കുഴിച്ചാലും നടക്കൂല. ഫയർ ആംസ് ഒക്കെ സ്റ്റോർ ചെയ്തിന് ബിൽഡിംഗ് ആണ്. ഇതിന്റെ അകത്തുണ്ട്. കൊറേ അവിടെ അവിടെ എന്റെ ആ തോക്കിന്റെ സൈസ് നോക്കി. അപ്പൊ കൊറേ നടക്കാണ്ട്, തുടങ്ങിയിട്ടുള്ളു നമ്മള്. ഉമ്മക്ക് ഇപ്പൊ തന്നെ കൊഴങ്ങി. എങ്ങനെയുണ്ട്? കൊഴങ്ങിയോ ഫോറസ്റ്റിൽ നടന്ന്? നല്ല രസമുണ്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ. നമ്മള് കേറുമ്പോ അവിടെ നിന്ന് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങാ. ഹൈദരാബാദ് ഫുൾ ഇവിടുന്ന് കാണാല്ലേ? അതൊക്കെ എങ്ങനെ കണ്ടു തീരാനെല്ലാം കേറി വരുമ്പോഴേക്കും അവിടെ പോയി അവിടുന്ന് വന്ന് ഇപ്പൊ ഇവിടെ എത്തി. പണ്ടത്തോലിക്ക് അതൊക്കെ കഴിയോ? പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പരിപാടി കയറാം. എത്ര കയറിയെന്നറിയില്ല, കൊഴങ്ങി. നമ്മളിതിൻ്റെ മേലെത്തി. ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ. ഹൈദരാബാദ് ഫുള്ള് കാണാൻ പറ്റും. കരിപ്പൂർ എവിടെ എന്നാ വിളിച്ച് ചോദിച്ചു നേരത്തെ. ഏണ്ടേന് പത്തോ സൺസെറ്റ് മേലത്തെ ബെസ്റ്റ് സൺസെറ്റ് ആണ് നമ്മൾ കണ്ടതില്. ബീച്ചിലെ സൺസെറ്റ് ആണ് ഇവിടുത്തെ സൺസെറ്റ് ആണ് രസം. സൺസെറ്റ് പക്ഷെ ഞാൻ ബീച്ച് സൺസെറ്റിന്റെ ആളാണ്. പക്ഷെ ബീച്ച് സൺസെറ്റ് വേറെ രസമല്ലേ പത്തോ? ആ കയറി അത്രയും ഇറങ്ങണം. അപ്പൊ ഇനി താഴെത്തിട്ട് കാണാം. ബൈ, ജീവൻ കാണാം. ഭാഗ്യം ഭൂമിയിലെത്തി. ഇവിടെ സ്മെല്ലേ? Inscribed in the scrolls of the past, I am the tale. നമ്മള് ഗോൽക്കണ്ട ഫോർട്ട് കയറി കഴിഞ്ഞ് അവിടുന്ന് ഇനി തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ ഹൈടെക് സിറ്റി, ഐക്യ ഒക്കെ പോയിട്ട് വരാം. ഓക്കെ, നമ്മൾ ഐക്യയിലെത്തി.
എല്ലാവർക്കും പാത്തുവിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബാത്റൂം, നമ്മളെ ബെഡ്റൂം, പാത്തുവിന്റെ പുതിയ ചുരിദാറ. ആ വിരുന്ന് തന്നാണ്. വെള്ളം വേണോ നമുക്ക്? സ്നാക്സൊക്കെ പിടിച്ചു കഴിക്കാം. ശരി, പാത്ത് ചന്തക്ക് പോകുന്നു.